Okay. Chapter number 2, how do computers work? Okay. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഓക്കെ, സോ നമ്മള് കമ്പ്യൂട്ടർ ഈസ് an electronic machine, right? Now I am going to unmute everybody. So now you listen. Don't unmute from your end. I am going to mute everybody. Okay. So chapter number 2, how do computers work? So as you all know, computer is an electronic machine. So most of the machines works on IPO model. So the machines which we are facing, I mean going through in our daily life, most of the machine including computer is working on IPO model, that is input process output model. എല്ലാവരും എഴുതിയെടുക്കണം. ഓക്കെ, നൗ ഐ വിൽ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് മോഡൽ. സോ ലെറ്റ് മീ ടെൽ യു വൺ എക്സാമ്പിൾ. ഇപ്പൊ നമ്മള് ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കുന്നതിനകത്ത് വാട്ട് ഈസ് ആൻ ഇൻപുട്ട് മോഡൽ? ഇഫ് യു ആർ യൂസിങ് എൻ ഇലക്ട്രിക് കെറ്റിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ആദ്യം നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ കറണ്ടിൽ മീൻ പ്ലഗ് കുത്തും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദ വാട്ടർ വിൽ സ്റ്റാർട്ട് ബോയിലിംഗ്. ദെൻ വാട്ട് ഈസ് ദ പ്രോസസ്? നമ്മൾ എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? വാട്ടർ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ടീ ബാഗ്സ് ഇടും, ഷുഗർ ഇടും, വാട്ട് എവർ വി നീഡഡ്, മീൻ എന്തൊക്കെ വേണമെന്നുണ്ടോ നമ്മൾ അതെല്ലാം ഇടും. ചായപ്പൊടി, മീൻ പഞ്ചസാര, ഷുഗർ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഇടും. ദെൻ ദാറ്റ് ഈസ് ദ ഇൻപുട്ട് വാട്ട് വി ആർ ഗിവിംഗ് ഇൻ ടു ദ കെറ്റിൽ. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്ട് ആർ ദ ഇൻപുട്ട് വാട്ട് വി ആർ ഫീഡിങ്? ലൈക്ക് വെള്ളം ഒഴിച്ചു, ചായപ്പൊടി ഇട്ടു, ഷുഗർ ഇട്ടു, ദീസ് ആർ ദ ഇൻപുട്ട്. സോ വാട്ട് ഈസ് ദ പ്രോസസ് ഗോയിങ് ഓൺ? നമ്മൾ എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ചായപ്പൊടിയിൽ നിന്ന് ടീ വിൽ ബ്രൂ ഫ്രം ദ ടീ ബാഗ്, റൈറ്റ്? സോ വാട്ടർ തിളച്ചിട്ട് ഷുഗർ ഡിസോൾവ് ആയിട്ട് ചായപ്പൊടി അതിനകത്ത് കിടന്ന് തിളയ്ക്കും. ദാറ്റ് ഈസ് ദ പ്രോസസ് ഗോയിങ് ഓൺ ഇൻസൈഡ് ദ കെറ്റിൽ, അല്ലേ? നമ്മളിപ്പോൾ ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ കെറ്റിലിനകത്ത് നടക്കുന്ന പ്രോസസ് ആണ്. സോ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വി ആർ ഗെറ്റിംഗ്? ഔട്ട്പുട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? ചായ. സോ ടീ ഈസ് ദ ഔട്ട്പുട്ട്. സോ ഹാവ് യു ഗോട്ട് അതിന് ഐഡിയ വാട്ട് ഈസ് ദ ഇൻപുട്ട്? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തോട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പൊ അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കണം. നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കണം, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുകയാണ്. സോ വാട്ട് ആർ ദ ഇൻപുട്ട്? നമ്മൾ ഓറഞ്ച് ഇടും, പിന്നെ ഇഫ് യു വോണ്ട് യു ക്യാൻ ആഡ് ഷുഗർ, അല്ലെങ്കിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഐസ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ആഡ് ചെയ്യും. സോ ദീസ് ആർ ദ ഇൻപുട്ട് ഫോർ ഓറഞ്ച് ജ്യൂസ്. ഓക്കെ, ദെൻ പ്രോസസ് എന്താണ്? നമ്മളൊരു മിക്സർ ജാർ എടുത്തിട്ട് ഇതെല്ലാം ഇട്ടിട്ട് അത് കറക്കും, അത് ഗ്രൈൻഡ് ചെയ്യും, അതാണ് പ്രോസസ്. Then what is the output? നമുക്ക് കിട്ടും ഓറഞ്ച് ജ്യൂസ്. That is the output. So input, process, output. Similar thing is going inside the computer also. Okay. Now I'll share you the second slide. See, input, process, output model of a computer. So input device, what is the process going on inside the computer? We are giving information into the computer through input. Input device used to give information to the computer. So once we have given the input information, what will happen? The processing part will happen in the CPU, that is Central Processing Unit. So after the processing, we will get the output through monitor, printer, or whatever it is, scanner, or I mean monitor vadi, printer vadi, speaker vadi. These are the output devices. So we will get the output devices through monitor, printer, etc. Okay. So this is the process going inside the computer. This is the working process of a computer. So we can see the picture here. Input, data and instructions. Whatever we want to give instructions to the computer, we are giving through input devices like keyboard, mouse. ഏത് വഴിയാണെങ്കിലും നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻഫർമേഷൻ കൊടുക്കും, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. Then what will happen in the CPU, that is Central Processing Unit?
ദീസ് പ്രോസസ്സിംഗ് വിൽ ഹാപ്പൻ. നമ്മുടെ ടെക്സ്റ്റ് എന്തൊക്കെ ഡേറ്റാസ് നമ്മൾ കൊടുക്കുന്നു അതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്ന എവിടെയാണ്? CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആൻഡ് വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ത്രൂ മോണിറ്റർ വഴിയോ അല്ലെങ്കിൽ എന്താണ് പ്രിന്റർ വഴിയോ അല്ലെങ്കിൽ സ്പീക്കർ വഴിയോ എന്താണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. Now I am going to show you one video. Then you will understand more. Listen, watch carefully. Okay. How does a computer work? Hello, children. I am a computer. I can work for you, but I cannot work on my own. One of the major difference between me and you is that I need instructions to work, and you work on your own. Working of computer. Let's discuss working of the computer. Different parts of a computer perform different work. The working of a computer can be defined by these 3 steps. Input. An input device like keyboard and mouse provides instructions to the computer. Process. It is then processed by CPU. Output. Finally, the output is displayed on monitor. Let us first understand input, process, and output by these examples. 1. Brushing your teeth. By this example, we can understand input, process, and output. Here, brush and toothpaste are our input. We are brushing the teeth as a set process. Now, clean teeth are our output. 2. Washing clothes in a washing machine. In this example, dirty clothes and washing powder are our input. We are washing the clothes as a set process. Now, clean clothes are our output. So I hope everybody is clear about input, process, output model of a computer. So like input, process, output model of a computer, like input devices is used to give information to the computer. Input device vadi nammal computer nathotte information feed cheyum. Then it is processed inside the CPU. And then we will get the output through monitor, printer, etc. Okay, so now we can see the output result. What is processed inside the CPU? We can see the result. Okay.